ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മളൊരു പാലക് ചീരക്കറി എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നത് നോക്കാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയൊരു നല്ല കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ, അപ്പോൾ ആദ്യം നമ്മളൊരു അരക്കപ്പ് തുവരപ്പരിപ്പാണ്, നമ്മൾ സാമ്പാർ പരിപ്പ്, അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇരട്ടി അരക്കപ്പ് വെള്ളം എടുത്തെങ്കിൽ 1.5 കപ്പ് വെള്ളവും കൂടെ, അരക്കപ്പ് തുവരപ്പരിപ്പിന് 1.5 കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട്, നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, ഇത് കുക്കറിനകത്തുനിന്ന് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് 2 വിസിലടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയം തന്നെ നമ്മൾ പാലക് ചീര എടുത്തിട്ടുണ്ട്. നമ്മളിത് ഒരു പിടി ചീര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അത് മൊത്തം നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെച്ചിരിക്കാൻ കൊള്ളത്തില്ല, ബളുബളാന്നായി പോകും കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് എടുത്ത് നമ്മൾ കഴുകി, വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കൊള്ളില്ല വെച്ചേക്കാൻ, അഴുകിപ്പോൾ. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന സ്റ്റൈലിൽ അരിയുകയാണ്. നമ്മൾ തോരനൊക്കെ വെക്കുന്ന അതേ ലെവലിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. നമുക്കിങ്ങനെ അരിയാൻ പാടുള്ളവർ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞാലും മതി. പക്ഷേ നമ്മൾ ഇങ്ങനെ അരിയുമ്പോഴാണെങ്കിൽ ആ കറി കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വലുതായിട്ട് അരിയുമ്പോൾ അത്രയും ഭംഗിയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് തന്നെ അരിയുന്നത്. പിന്നെ പാലക് ചീര ആയതുകൊണ്ട് പെട്ടെന്ന് അരിയാനും എളുപ്പമാണ് കേട്ടോ. നമ്മൾ മറ്റ് ചീരകൾ അരിയുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ അരിയുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഈ അരിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ തുമരപ്പരിപ്പ് അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഞാനിവിടെ ഒരുപാട് അങ്ങ് വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ തുവരപ്പരിപ്പ് 2 വിസിലടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ വെന്ത് നല്ല ഉടഞ്ഞു പോകേണ്ടവർക്ക് ഒരു വിസിലും കൂടെ അടിക്കാം. പിന്നെ ഇനി ഒരു വിസിലും കൂടെ നമ്മൾ പാലക് ചീര ഇട്ടിട്ട് നമ്മൾ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് തുവരപ്പരിപ്പിന് ആവശ്യമായ ഉപ്പ് ഇടണം. പിന്നെ കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് രണ്ടും കൂടി ഇട്ട് നല്ല ഇതിൻ്റെയൊക്കെ പച്ചമണം ഉണ്ടല്ലോ, മുളക് പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴത്തേന് ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പാലക് ചീരയാണെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ പാലക് ചീര ഇട്ട് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് വേവിക്കുക. ഈ ചീരയ്ക്ക് അധികം വേവില്ല. ഞാൻ പക്ഷേ ഇതിനകത്ത് എന്തോ ചെയ്യും, ഒന്നും കൂടെ ഒരു വിസിലും കൂടെ അടിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചീര ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. കാരണം നമ്മൾ തുവരപ്പരിപ്പല്ലേ ഇരുന്ന് അങ്ങ് കുറുകും. അപ്പോൾ ഈ ഇലയും കൂടെ ഇടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു കണക്ക് നോക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് കുറവാണ് ആണെങ്കിൽ ഈ സമയം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചീരയ്ക്കും കൂടെ ചേർത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടെ ഞാൻ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചീര ഒത്തിരി വെന്ത് പോകണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി. ഞാൻ ഒറ്റ വിസിലും കൂടെ അടിക്കുമ്പോൾ അത് നല്ല ഫൈനായിട്ട് കിട്ടും. ഈ സമയം തന്നെ നമ്മളൊരു 1/2 മുറി തേങ്ങ എടുക്കണം. അതിൻ്റെ നേർ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ 4-5 നാക്ക് തേങ്ങ തിരുമിയത് കേട്ടോ. അത് നല്ല എടുത്തിട്ട് അതിൻ്റെ കൂടെ ജീരകം ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണമേ. എന്നിട്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ചീര തുമര മിശ്രിതത്തിലോട്ട് ഇത് ചേർക്കുക കേട്ടോ. അപ്പോൾ തീ കുറച്ചൊന്ന് വെക്കണം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ അരച്ച് ചേർക്കാവും, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞ് കൊന്തും പീരയും പോലെ ആയിപ്പോവും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ആ ചെറിയ ചൂടിലിരുന്ന് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ നല്ലതായിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടായ ശേഷം നമുക്കറിയാം അതിനകത്തുനിന്ന് ഒരു ആവി വരുമ്പോൾ മനസ്സിലാവും അത് ചൂടായെന്നുള്ളത്. എന്നിട്ട് നമ്മൾ തീ നിർത്തിയിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യണം, കടുക് വറുത്തൊഴിക്കാനാണ് പോകുന്നത്. നമ്മൾ കടുക് വറക്കാൻ നേരം ഒരു 5-6 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് എടുക്കണമേ. എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേന് കടുകും ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുമന്നുള്ളിയും കൂടി ഇടണം. നമ്മൾ ചുമന്നുള്ളി ഇങ്ങനെ മൂപ്പിച്ചിടുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിലരൊക്കെ വെളുത്തുള്ളി ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, നമ്മൾ ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ പരിപ്പ് കറിയിലോട്ട് ഒഴിക്കുക. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.